പതിനഞ്ചാമത്തെ വയസ്സിൽ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ അന്നത്തെ കാലത്ത് 16 കിലോമീറ്റർ നടന്നിട്ട് പഠിച്ചാണ്. ഞാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് കല്യാണത്തിന് എല്ലാം ഡ്രസ്സും മാലയും, ഞാൻ ചെറുക്കനെ ഒന്നും കണ്ടില്ല, എല്ലാം റെഡിയായി. മൂത്ത മോളെ കല്യാണം കാണണമെന്ന് വലിയ ആഗ്രഹം അച്ഛന്. അങ്ങനെയാണ് ഇതിപ്പോൾ വേഗം, അല്ലെങ്കിൽ ഫൈനൽ ഇയർ കഴിഞ്ഞിട്ട്. സിസ്റ്റേഴ്സ് ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ കാണും. പക്ഷെ എനിക്കും ചേച്ചിയും ഫ്രണ്ട്സ് അല്ല. 5 വയസ്സ് ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ചേച്ചി ഭയങ്കര കെയർ ആണ്. ഞാനിപ്പോൾ ഈ ഇടുന്ന ഡ്രസ്സ് വരെ എല്ലാം നല്ല പ്രിം ആൻഡ് പ്രോപ്പർ വേണം. ഇല്ല പൊന്നു അത് ശരിയില്ല, എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് പൊന്നു എന്നാണ്. അപ്പോൾ ഇതില്ല, ഇത് ശരിയാവില്ല പൊന്നു, ഇത് നീ ശരിയല്ല. അപ്പൊ അങ്ങനത്തെ ഒരു കാവ്യ ചേച്ചിന്റെ ഡ്രസ്സിനെക്കാളും ഞാൻ എന്ത് ഇടുന്നതാണ് ചേച്ചിക്ക് കൂടുതലും. അങ്ങനെ ഒരു കെയർ ആയിരുന്നു. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടില്ല. ചൈൽഡ്ഹുഡിൽ ഞാൻ ഏറ്റവും മിസ് ചെയ്ത കാര്യം ചേച്ചിന്റെ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. ബിക്കോസ് ചേച്ചി കുറച്ചും കൂടി ഇൻട്രോവേർട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് ഫ്രണ്ട്സും ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം, കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ചേച്ചി കുറച്ചും കൂടെ എന്താ പറയുക ഫ്രണ്ട്സ് ആയിട്ട് മീറ്റ് ചെയ്യാൻ. ഇപ്പൊ നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പൊ ചേച്ചിന്റെ കല്യാണം ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ജിം ജാം ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ എന്നെക്കാളും ചേച്ചി നന്നായിട്ട് സംസാരിക്കും. സോ ആ ഒരു ചേഞ്ച് ചേച്ചിയിൽ ഉണ്ടായിരുന്നു ആഫ്റ്റർ കമ്മിങ് നാട്ടിൽ വന്നിട്ട്. അപ്പൊ അത് രാഹുലും മേ ബി രാഹുലും കുറച്ചും കൂടെ കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ അതിന് അങ്ങനെ ആവാൻ, അവരൊരു ഫ്രണ്ട്ഷിപ്പ് പോകാൻ അല്ലേ. ഇവിടെ വന്നതിന് ശേഷമാണ് ചേച്ചി അങ്ങനെ ഇവിടെ സ്റ്റഡീസിന് വന്നതിന് ശേഷം കുറെ ആകെ മാറിയാണ്. അങ്ങനെ ഒരു സെക്കൻഡ് ഇയർ ഒക്കെ കഴിയുമ്പോഴേക്കും ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. ഭയങ്കര നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എന്തും ഷെയർ ചെയ്യാന്നുള്ള പോലത്തെ ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ നമുക്ക് പോസ്റ്റിങ്ങുകളൊക്കെ മാറിയപ്പോ അല്ലെങ്കിൽ ഭയങ്കര മിസ് ഔട്ട് ആയി തുടങ്ങി. ഇങ്ങനെ പോസ്റ്റിംഗ് മാറിയ സമയത്ത് ആളിങ്ങനെ കാണാണ്ടാവുമ്പോഴൊക്കെ ചെറിയൊരു എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നി തുടങ്ങി. അങ്ങനെയാണ് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് തോന്നിയത്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ പറഞ്ഞു, അവളുടെ അടുത്ത് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. Da-da-da